ഭൂട്ടാനിൽ നിന്നും നിയമവിരുദ്ധമായി കടത്തിയ വാഹനങ്ങളിൽ 200 എണ്ണമെങ്കിലും കേരളത്തിലെത്തിയെന്നാണ് കസ്റ്റംസിന്റെ സംശയം. ഇതിൽ 150 വാഹനങ്ങളുടെ രേഖകൾ അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞു. വാഹന ഉടമകളിൽ അമിത് ചക്കാലയ്ക്കൽ, മാഹിൻ അൻസാരി എന്നീ 2 പേരുടെ മൊഴിയാണ് നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കിയുള്ളവരുടെ മൊഴിയും കസ്റ്റംസ് ഉടൻ രേഖപ്പെടുത്തും. കസ്റ്റംസ് നടത്തിയ റെയ്ഡിന് പിറകെ നിരവധി വാഹനങ്ങൾ ഒളിപ്പിച്ചുവെന്നാണ് സംശയം. അതിനാൽ തന്നെ വാഹനങ്ങൾ കണ്ടെത്താൻ പോലീസിന്റെ സഹായവും കസ്റ്റംസ് തേടി. ക്രമസമാധാന ചുമതലയുള്ള ADGPക്കാണ് വാഹനങ്ങൾ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് കസ്റ്റംസ് കത്ത് നൽകിയത്. വാഹനങ്ങൾ കൈമാറിയെന്ന് കരുതുന്ന ഏജന്റുമാരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും കസ്റ്റംസ് ശേഖരിക്കുന്നുണ്ട്. ഏജന്റുമാർ കബളിപ്പിച്ചതോടെ കാർ വാങ്ങിയതിൽ 24 ലക്ഷത്തിന്റെ നഷ്ടം തനിക്കുണ്ടായെന്ന് കഴിഞ്ഞ ദിവസം മാഹിൻ അൻസാരി അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. ഇദ്ദേഹത്തിന്റെ ലാൻഡ് ക്രൂയിസർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അരുണാചൽ പ്രദേശിലെ നംഷായി RTO ഓഫീസിലാണ്. അരുണാചൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് അന്വേഷണ സംഘം കൂടുതൽ വിവരങ്ങൾ തേടിയിട്ടുണ്ട്. രേഖകൾ പരിശോധിക്കാതെയാണ് കസ്റ്റംസ് വാഹനങ്ങൾ പിടികൂടിയതെന്ന് ആരോപിച്ച് നടൻ ദുൽഖർ സൽമാൻ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി കസ്റ്റംസിനോട് വിശദീകരണം തേടിയിട്ടുമുണ്ട്.